ഭക്തർക്കായിട്ടുള്ള മഹാദേവന്റെ സന്ദേശം എന്താണെന്ന് നോക്കാം. ഭക്തരെ, ഈ ലോകം സുഖദുഃഖ സമ്മിശ്രമാണെന്ന് അറിയുക. അതിനാൽ തന്നെ ഓരോ മനുഷ്യ ജീവിതത്തിലും സുഖവും ദുഃഖവും മാറി മാറി വരുന്നു. ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും പലതരം ദുഃഖങ്ങളാൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഭക്തരെ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒരു ബീജമായി എത്തിയതും ഒരു ഗർഭപാത്രത്തിൽ എത്തിച്ചേർന്ന് മനുഷ്യരൂപം കൈവരിച്ചതും ഒന്നാമനായി പൊരുതി ജയിച്ചിട്ടു തന്നെയാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് തളരരുത്. ഞാൻ തോൽക്കില്ല എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. പകരം എന്തു വന്നാലും ഞാൻ വിജയിക്കും എന്ന ചിന്തയാണ് ഓരോ വിഷമഘട്ടങ്ങളിലും നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യം തരണം ചെയ്യാനുള്ള ഊർജം ലഭിക്കുന്നു. മനസ്സിനെ എപ്പോഴും ശാന്തമായി വയ്ക്കുക. ശാന്തതയുള്ള മനസ്സിലേക്ക് സന്തോഷം വന്നു ചേരുന്നതായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും വന്നു ചേരുമെന്ന് എപ്പോഴും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങളിൽ എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും വന്നു ചേരും. കടങ്ങൾ മാറ്റിത്തരണമേ എന്ന് ചിന്തിക്കുന്നതിന് പകരം സമ്പത്തുണ്ടാകണമേ എന്ന് ചിന്തിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. കാരണം വെളിച്ചം ഉണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നിങ്ങൾക്കൊപ്പം ഉണ്ടാകൂ. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എപ്പോഴും ദുർബലമായിരിക്കും. എല്ലാ ഭക്തരിലും എൻ്റെ അനുഗ്രഹമുണ്ടാകും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓം നമഃ ശിവായ.